ചെയ്യാം. എന്നാൽ സംസാരിക്കുന്ന അപ്പോസ്തല പ്രവൃത്തി, ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അതിന് പാർട്ട് 19 സംസാരിക്കുന്നത്. നമ്മൾ പാർട്ട് 19 ചാപ്റ്റർ 13 ഇതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ നമ്മളൊക്കെ എന്ന് വെച്ചാൽ എങ്ങനെയൊക്കെ വിട്ടുപോയി, കമ്പ്യൂട്ടർ എങ്ങനെ കുഴപ്പങ്ങളൊക്കെ പറ്റി. പ്രൈസിലോ എങ്കിലും നമ്മൾ കണ്ടിന്യൂ ചെയ്യുക. പ്രൈസിലോ നമ്മൾ നമ്മുടെ ജോലി ചെയ്തുകൊണ്ടിരിക്കണം. എവിടെ താർന്നാലും പ്രൈസിലോ, എവിടെ പിന്നെ എന്തെങ്കിലും ബ്ലോക്കേജ് വന്നു കഴിഞ്ഞാലും അല്പ ദിവസത്തിനുള്ളിൽ പിന്നെ നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിൽ നമ്മൾ ജയാളിയാണ്. ഇന്നും എന്നും എന്നേക്കും ക്രിസ്തു യേശുവിൽ നമ്മൾ ജയാളിയാണ്. പ്രൈസല്ലോ ഹല്ലേലൂയ. അപ്പം നമുക്ക് അപ്പോസ്തല പ്രവൃത്തി ആക്ട്സ് ഓഫ് ദ അപ്പോസ്റ്റൽസ്, അതിൽ അപ്പോസ്തല പ്രവൃത്തിയിൽ പാർട്ട് 19 ചാപ്റ്റർ 13. അപ്പം നമുക്കറിയാം, അപ്പോൾ നമ്മളെ പാർട്ട് ഇതിൽ നമ്മൾ പറഞ്ഞ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, പാർട്ട് 18 നമ്മൾ പറഞ്ഞു വെച്ചെന്ന് പറയുകയാണ്. അതിന് ഒരു മിനിറ്റ് പ്രാർത്ഥന. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നത് യേശുവിൻ്റെ നാമം. ഇത് മലയാള സെഷനാണ്. ഇംഗ്ലീഷ് സെഷൻ നാളെ എടുക്കുന്നതായിരിക്കും. പ്രൈസിലോ ദിസ് മലയാളം സെഷൻ. ദെർ വിൽ ബി ഇംഗ്ലീഷ് സെഷൻ ഇൻ അനദർ ഡേ. പ്രൈസിലോ. അപ്പം നമുക്ക് പ്രാർത്ഥിക്കും. പിതാവ് നന്ദിയോടെ ശ്രദ്ധിക്കുന്നത് യേശുവിൻ്റെ നാമത്തിൽ കർത്താവ്, ഇന്ന് എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ കർത്താവ് എന്നെ കേൾക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെ സംരക്ഷണം എല്ലാവരും കൊടുക്കുന്നതിനോർത്ത് കർത്താവെയും പ്രാർത്ഥിക്കുന്നു. ഈ രക്തത്തിന് സംരക്ഷണം കൊടുക്കുന്നതിനൊന്ന് കർത്താവെയും പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ കർത്താവ് ബ്ലസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. ഈ വചനം കേൾക്കുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തെ നിറയട്ടെ കർത്താവ്. മിനിസ്ട്രി ലെവലിൽ നിൽക്കുന്ന ആൾക്കാർ യേശുവേ കർത്താവിൻ്റെ മിനിസ്ട്രിയിൽ ശക്തിപ്പെട്ട് മുന്നോട്ടുള്ള കൊടുക്കുന്നതിനോർത്ത് കർത്താവ്, കൃപ കൊടുക്കുന്നതിനോർത്ത് നന്ദി പറയുന്നു കർത്താവ്. പ്രതിസന്ധികളെ തകർത്തുകൊണ്ട് ദൈവിക ശക്തിയാൽ കർത്താവ് കോട്ടമതിലുകളെ തകർത്തിട്ട് പരിശുദ്ധാത്മ ശക്തിയാൽ ശുശ്രൂഷയിൽ വളരുവാനുള്ള കൃപ കൊടുക്കുന്നതിനോർത്ത് കർത്താവെ നന്ദി പറയുന്നു. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോർത്ത് കർത്താവെ ഞാൻ പ്രാർത്ഥിക്കുന്നു. സിസ്റ്റർ നെറ്റ്വർക്ക് മൊത്തം യേശുവിൻ്റെ നാമത്തിൽ സമർപ്പിക്കുന്നു. ഇതിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ഓരോ ദുരാന ശക്തിയും യേശുവിൻ്റെ തിരത്തോഴ്ചയും ബന്ധിച്ച് കേട്ടി പുറത്താക്കുന്നു. നെയിം ഓഫ് ജീസസ് ക്ഷന്തം തമ്പലത്തി തകന ഇൻ ജീസസ് നെയിം. ആമേൻ. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം അപ്പോസ്തല പ്രവൃത്തി നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ബൈബിൾ സ്റ്റഡി കണ്ടിന്യൂസ് ആയിട്ട് ഇനി ഒത്തിരി കിടക്കുവാണ്. നമ്മളിങ്ങനെ കടൽ പോലെ കിടക്കുവാണ്. ഓരോന്നോരോന്ന് നമ്മൾ പഠിച്ചു വരുവാണ്. നമുക്കറിയാവുന്ന മുമ്പ് പഠിക്കും. ഞാൻ ബൈബിൾ സ്റ്റഡി എടുക്കുമ്പോൾ ഞാനും ഈ കുറിച്ച് പഠിച്ചുകൊണ്ടിരിക്കുക. പ്രൈസിലോട്ട് നമ്മളെല്ലാവരും പഠനമാണ്. പ്രൈസിലോട്ട്. അപ്പം ഇതിൽ പറഞ്ഞ് വചനം കേൾക്കുന്ന ആൾക്കാർ ഷെയർ ചെയ്യേണ്ട ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസിലോട്ട്. അതിൽ ഇത് പറഞ്ഞത് കൈൻഡ്ലി ഷെയർ ദിസ് ഗോസ്പൽ മെസ്സേജ്. ഓക്കെ, people those who are watching online, may God bless you and keep you safe. Okay, in Jesus name I pray. Hallelujah. Glory be to God. Jesus Christ is a good God. He's a mighty God, everlasting God. It's a peace. Praise the Lord. Hallelujah. Glory be to God. Hallelujah. അപ്പൊ ഇതില് നമ്മൾ വായിക്കുന്നത്, അപ്പൊ കഴിഞ്ഞ വായിച്ച നമ്മൾ എടുത്തതിന്റെ ഒരു ഭാഗം പറയാനായിട്ടായിരിക്കും. ഇപ്പൊ പറഞ്ഞാൽ പൗലോസ് കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ ദേശാധിപതിയുടെ അടുത്തേക്ക് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ പൗലോസ് കർത്താവിനെ അറിഞ്ഞിട്ട് ഇങ്ങനെ ഓടി നടക്കുക. കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് ഓടി നടക്കുകയാണ്. ഒരു സ്ഥലത്തു നിന്ന് വേറെ സ്ഥലത്തേക്ക് കർത്താവിന്റെ വചനം പ്രസംഗിച്ചുകൊണ്ട് ഓടി നടക്കുകയാണ്. അപ്പം അതിൻ്റെ തടസ്സം നിൽക്കുന്ന ആൾക്കാരുണ്ട്, താർക്കുന്ന ആൾക്കാരുണ്ട്, കള്ള സഹോദരന്മാരുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പൈശാചി ശക്തിയാൽ പ്രേരിപ്പിക്കപ്പെട്ട് തകർക്കുന്ന ആൾക്കാരുണ്ട്. യഹൂദന്മാരെ തകർക്കാൻ വരുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് പൗലോസ് പറയുന്ന കപ്പലപാടം, പ്രൈസ് ലോർഡ്, കല്ലേറ്, അതേപോലെ തന്നെ ചാട്ടവാറിനടി. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. യഹൂദന്മാർ ഒറ്റുനോക്കുന്നു പൗലോസിനെ കൊല്ലാനായിട്ട്. പക്ഷെ ഇതിനെല്ലാം തകർച്ചകൾ ഉണ്ടായെങ്കിലും അതിന്റെ മധ്യത്തിലൂടെ ഈ ജീവിക്കുന്ന ദൈവത്തെ പ്രഘോഷിച്ച് നടക്കുന്ന ശക്തനായ പൗലോസിന്റെ കർത്താവിന്റെ ശിക്ഷ നമ്മൾ കാണാനായിട്ട് സാധിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇതാണ് ഈ വചനം കേൾക്കുമ്പോൾ എല്ലാവരും ആത്മാവിൽ നിറയണം. ആത്മാവിൽ നമ്മൾ കർത്താവിന്റെ വചനം നമ്മൾ ആത്മാവിൽ നമ്മൾ ഷെയർ ചെയ്യണം, മറ്റുള്ളവർ ഷെയർ ചെയ്യണം. കർത്താവിന്റെ കോളിന് എതിരായിട്ട് നിൽക്കുന്ന അന്ധകാര ശക്തികൾ, പ്രൈസ് ലോർഡ്, ഹല്ലേലൂയ, അന്ധകാര ശക്തികൾ നമ്മളെ തകർക്കാനായിട്ട് ശ്രമിക്കും. അന്ധകാര ശക്തിക്ക് അറിയാം നമുക്ക് കർത്താവ് നമുക്ക് വന്ന കോളിങ് ഏകദേശം അറിയാം. പ്രൈസ് ലോർഡ്. അതുകൊണ്ട് തന്നെ നമ്മൾ തകർക്കാൻ ശ്രമിക്കും. ചിലപ്പോൾ രോഗങ്ങൾ വരും, ചില പ്രതിസന്ധികൾ വരും. നമ്മുടെ വീട്ടുകാർ നമ്മളെ എതിർക്കും, നാട്ടുകാർ എതിർക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും ഒറ്റപ്പെടും, അപവാദങ്ങൾ പറയും. ഇങ്ങനെ കേൾക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, നമ്മൾ പോകുന്ന റൈറ്റ് ട്രാക്കിലാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നിങ്ങൾ ഒറ്റയോളം ചിന്തിക്കണം. അപ്പോൾ കൂടുതലുള്ള എല്ലാവരും വിട്ടു നിങ്ങൾ തന്നെ കാണും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം നിങ്ങൾ ചിന്തിക്കണം, യു ആർ വാക്കിംഗ് ഇൻ റൈറ്റ് ട്രാക്ക്. പ്രൈസ് ലോർഡ്. നിങ്ങൾ പോകുന്നത് അത് നേരായ മാർഗത്തിലൂടെയാണ് പോകുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾ നേരായ മാർഗത്തിൽ കാല് വെക്കുമ്പോൾ ശത്രുക്കൾ വരും, സാത്താന്യ കോട്ടകൾ ഇളകും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ.
ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് കഴിഞ്ഞാൽ പൗലോസ് കഴിഞ്ഞാൽ ഇങ്ങനെ കർത്താവിന്റെ വചനം പ്രസംഗിച്ചിട്ട് പോവാണ്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പം അപ്പോസ്തല പ്രവൃത്തി 11:5 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13:5 ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിന്റെ ഇതിൽ പറയുന്നത് സലമീസിൽ ചെന്ന് യഹൂദരുടെ പള്ളിയിൽ ദൈവവചനം അറിയിച്ചു. യോഹന്നാൻ അവർക്ക് വൃദ്ധനായിട്ടുണ്ടായിരുന്നു. അവർ ദ്വീപിൽ കൂടി ഫാംപോസ് വരെ ചെന്നപ്പോൾ ബറേശു, പ്രൈസ് ലോർഡ് ഹല്ലേലൂയ, യേശുക്രിസ്തുവിന്റെ പേരിനോട് ഏകദേശം സാമ്യമുള്ള ഒരു വ്യക്തി, പ്രൈസ് ലോർഡ്, ബറേശു, പ്രൈസ് ലോർഡ് എന്ന പേരുള്ള യഹൂദനായി കള്ളപ്രവാചകന വിദ്വാനെ കണ്ടു. പ്രൈസ് ഇന്നും കർത്താവിന്റെ പേര് പറഞ്ഞിട്ട് തട്ടിപ്പുണക്കുന്ന ആൾക്കാരുണ്ട്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അതിനെ ദൈവത്തിന്റെ അഭിഷക്തമാക്കി തിരിച്ചറിയാൻ പറ്റും. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ കള്ളപ്രവാചകന വിദ്വാനെ കണ്ടു. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13:7 ഇത് പറഞ്ഞ അവൻ ബുദ്ധിമാനായ സെർഗിയോസ് പൗലോസ് എന്ന ദേശാധിപതിയോട് കൂടെയായിരുന്നു. അവൻ ബർണബാസിനെയും ശൗലിനെയും വരുത്തി ദൈവവചനം കേൾപ്പാൻ ആഗ്രഹിച്ചു. പ്രൈസ് ലോർഡ്. ദേശാധിപതിയെ കർത്താവ് തൊട്ടു. പ്രൈസ് ലോർഡ്. ദേശാധിപതിയെ തൊട്ട് കഴിഞ്ഞാൽ ദേശം കർത്താവിനെ അറിയും. പ്രൈസ് ലോർഡ്. ദേശാധിപതി ഒരു കൽപ്പന പുറപ്പെടുവിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ കർത്താവിന്റെ വചനം കേൾക്കും. അത് തടയാൻ വേണ്ടി പിശാചി ശ്രമിക്കുന്നു. അതാണ് ബറേശുവിനും കൂടെ വന്നത്. ഇത് പറഞ്ഞാൽ എന്നാൽ ഏലിമോസ് എന്ന വിദ്വാൻ ഇതാകുന്നു അവന്റെ പേരിനർത്ഥം. അവരോട് എതിർത്ത് നിന്നു. ദേശാധിപതിയുടെ വിശ്വാസം തകർത്തെടുത്ത് കളയാൻ ശ്രമിച്ചു. അതാണ് പിശാചിന്. അത് അന്നും ഇന്നും ആരൊക്കെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവരെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. പ്രൈസ് ലോർഡ്. സമൂഹത്തെ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ കർത്താവിന്റെ നമ്മളെല്ലാവരും കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട എല്ലാവരും നമ്മൾ ഒറ്റയ്ക്കല്ല. നമ്മൾ ദൈവരാജ്യത്തെ കൂട്ടായി പ്രവർത്തിക്കുന്ന ചിന്ത എല്ലാവർക്കും വേണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കൂട്ടായ്മയാണ് കൂട്ടായി പ്രവർത്തിക്കുന്നത്. ആ കൂട്ടായി പ്രവർത്തിക്കുന്ന എതിരായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തിൽ നിന്നുള്ളതല്ല. ഒരാൾ തെറ്റിയിട്ടുണ്ടെങ്കിൽ പേഴ്സണലായിട്ട് വിളിച്ച് പറയണം, കറക്റ്റ് ചെയ്യണം. പബ്ലിക്കായിട്ട് വിളിച്ചിട്ട് തകർക്കാൻ ശ്രമിക്കുന്നതാണ് തകാശിച്ചിന്റെ പ്രവർത്തനമാണ്. അവരത് മര്യാദ പോരും. ഇതിൽ പറഞ്ഞ് അപ്പോൾ പൗലോസ് എന്നും പേരുള്ള ശൗൽ പരിശുദ്ധാത്മപൂർണനായവനെ ഉറ്റുനോക്കി. പരിശുദ്ധാത്മാഭിഷേകം വേണം കർത്താവിന്റെ വചനം പ്രഘോഷിക്കാനായിട്ട്. പൗലോസ് പറയാണ് സകല പറയേണ്ട പോലെ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, സർവ്വനീതിയുടെയും ശത്രുവേ, കർത്താവിന്റെ നേർവഴിയെ മറിച്ച് കളയുന്നത് നീ മതിയാക്കുകയില്ലയോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. കർത്താവിന്റെ വചനം ദേശാധിപതി കേൾക്കുന്ന തടയുന്ന ദുരാത്മ ശക്തി അത് ആ വ്യക്തിനെയല്ല പറയുന്നത്, അതിലുള്ള ദുരാത്മ ശക്തിനെ പൗലോസ് ശാസിക്കുന്നു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ദുരാത്മ ശക്തിനെ ശാസിക്കുമ്പോൾ അത് തകർന്നു വിട്ടുപോകും. പ്രൈസ് ദി ലോർഡ്. നമ്മൾ കർത്താവിന്റെ വചനം പറയുമ്പോൾ അതിനെതിരെ കൈവെക്കുന്നവർ അല്ലെങ്കിൽ കർത്താവിന്റെ വചനത്തിനെതിരെ കൈവെക്കുന്നവരെല്ലാം നമ്മൾ ആ വ്യക്തിനെ ടാർഗറ്റ് ചെയ്യരുത്, മറിച്ച് അവരിലൂടെ വ്യാപരിക്കുന്ന ആ അശുദ്ധാത്മ ശക്തി നമ്മൾ ടാർഗറ്റ് ചെയ്ത് പറയണം. അവരെ നമ്മൾ പുറത്താക്കും. പ്രൈസ് ദി ലോർഡ്. അവരെ നമ്മൾ ബന്ധിക്കണം. ആ പ്രവർത്തനം നമ്മൾ തകർക്കണം. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം പിന്നെ എല്ലാ സ്ഥലങ്ങളിലും ചെല്ലാൻ ഇടവരും. ഞാനൊക്കെ കർത്താവിന്റെ വചനം സ്റ്റേറ്റിൽ പ്രസംഗിക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ് അനേകം ആൾക്കാർ ചില സ്ഥലങ്ങളിലൊക്കെ നമുക്കറിയാം ഡ്രഗ് അഡിക്റ്റ് ചെയ്ത ആൾക്കാർക്ക് അറിയല്ലോ. ചിലപ്പോൾ അവർ ഇന്നലെ അറിയാം അവരെന്ന് പറഞ്ഞാൽ സാത്താൻ വർഷിപ്പുള്ള ആൾക്കാർ ഇന്നലെ ഒരു വ്യക്തി വന്നിട്ട് രക്ഷിക്കപ്പെട്ടു. സ്റ്റേറ്റ് വന്നിട്ട് രക്ഷിക്കപ്പെട്ടു. സാത്താൻ വർഷിപ്പുള്ള ആൾക്കാർ വർഷിപ്പ് ചെയ്ത ആള് ഇന്നലെ സ്റ്റേറ്റ് വന്നിട്ട് രക്ഷിക്കപ്പെട്ടു. പക്ഷേ അത് അവരെ ക്രോസിൻ്റെ അടുത്ത് വേറെ രീതിയിലാണ് വെച്ചിരിക്കുന്നത്. അവർക്ക് യേശുക്രിസ്തുവിനെ വേണം. ഞാൻ പറഞ്ഞ സ്വർഗത്തിൽ പോകണമെങ്കിൽ യേശുക്രിസ്തുവിനെ രക്ഷകനായിട്ട് സ്വീകരിച്ച് ഇങ്ങോട്ട് സ്നാനം എടുക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം പ്രാർത്ഥിച്ചു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പിന്നീട് അങ്ങോട്ട് പോയി. എങ്കിലും ഒരു പ്രാവശ്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ രക്ഷകനായിട്ട് ഒരു നാൾ സ്വീകരിച്ച് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ദി ലോർഡ് പരിശുദ്ധാത്മ നമ്മൾ സീൽ ചെയ്ത് കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. പിന്നെ പരിശുദ്ധാത്മ വർക്കൗട്ട് ചെയ്തോ, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ സകല കപടവും സകല ദൂർത്തും നിറഞ്ഞവനെ, പിശാചിന്റെ മകനെ, സർവ്വനീതിയുടെയും ശത്രുവെ, കർത്താവിന്റെ നേർവഴികളെ മറിച്ച് കളയുന്നത് നീ മതിയാക്കിയില്ലയോ? പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇരുട്ടും അവന്റെ മേൽ വീണും. ഇങ്ങനെ പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അപ്പോൾ കർത്താവിന്റെ കൈ അവന്റെ മേൽ വീഴും. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. അതാണ് പൗലോസ് പറഞ്ഞത്. ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും. ആത്മസാന്നിധ്യം നമ്മളൊരു കാര്യം പറഞ്ഞാൽ നടക്കും. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ ഒരു കാര്യം പറഞ്ഞ് നടക്കും. ആത്മമണ്ഡലത്തിൽ അത് നടന്നിരിക്കും. ചിലപ്പോൾ നമ്മൾ കണ്ണുകൊണ്ട് കാണാൻ പറ്റിയല്ലേ. നമ്മളെ പീഡിപ്പിക്കുന്ന ശത്രുക്കൾ നമ്മൾ ടാർഗറ്റ് ചെയ്യേണ്ട. ആത്മമണ്ഡലത്തിൽ നമ്മൾ പ്രാർത്ഥനയെ നമ്മളത് ശക്തമായിട്ട് കമാൻഡ് ചെയ്ത് കഴിയുമ്പോൾ ആത്മമണ്ഡലത്തിൽ സംഭവിച്ചു കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്ന് കാണുന്ന ശത്രുക്കളെ നോക്കി ബുദ്ധിമുട്ട ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ഒറ്റ നോക്കിയിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരെ നോക്കേണ്ട കാര്യമില്ല. സോഷ്യൽ മീഡിയയിൽ നമ്മുടെ വീഡിയോകൾ തകർത്ത് നമ്മളെ കളയാൻ പോകുന്ന ആൾക്കാരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. നമുക്കൊരു അപവാദം പറഞ്ഞു നടക്കുന്ന ആൾക്കാരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. ആത്മമണ്ഡലത്തിൽ നമ്മൾ തകർത്ത് കളയുമ്പോൾ അവരുടെ കണ്ണ് ഒരുപക്ഷെ അന്തമാവും.
പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അവരുടെ അവർക്ക് പ്രവർത്തിക്കാൻ പറ്റത്തില്ലാത്ത രീതി കർത്താവ്. അതാണ് സംഗീതപുസ്തകം പറയുന്നത്, യഹോവ എഴുന്നേൽക്കുന്നു, നിന്റെ ശത്രുക്കൾ ചിതറുന്നു. യഹോവ എഴുന്നേൽക്കുമ്പോൾ ശത്രുക്കൾ ചിതറും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. നമുക്ക് വിരോധമായിട്ടുണ്ടാക്കുന്ന ഒരായുധവും നമുക്ക് വലിക്കത്തില്ല. എങ്ങനെ? പ്രൈസ് ലോർഡ് ആത്മമണ്ഡലത്തിൽ നമ്മൾ കമാൻഡ് ചെയ്യുമ്പോൾ, പ്രൈസ് ലോർഡ് ആത്മസാന്നിധ്യം നമ്മൾ കർത്താവിന്റെ വചനം, ആത്മസാന്നിധ്യത്തിൽ നമ്മൾ യേശുക്രിസ്തുവിന്റെ വചനത്താൽ നമ്മൾ ബൈബിൾ വേഴ്സ് നമ്മൾ ഡിക്ലെയർ ചെയ്യും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞാൽ ഇപ്പോൾ കർത്താവിന്റെ കൈ നിന്റെ മേൽ വീഴും. നീ ഒരു സമയത്തേക്ക് സൂര്യനെ കാണാതെ കുരുടനായിരിക്കും എന്ന് പറഞ്ഞ് ഉടനെ ഒരു തിമിരവും ഇരുട്ടും അവന്റെ മേൽ വീണു. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. കൈ പിടിച്ച് നടത്തുന്നവരെ തിരിഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. നമുക്ക് പഴയ ജോഷയുടെ പുസ്തകം നമ്മൾ വായിക്കാനറിയാം. സൂര്യനും ചന്ദ്രനും ജോഷുവിനെ അനുസരിച്ചു. പ്രൈസ് ലോർഡ്. അനുസരിച്ചൊരു ദിവസം. ദൈവം കർത്താവിന്റെ വചനം ആരൊക്കെ പ്രവേശിക്കുന്നുണ്ടോ? പ്രൈസ് ലോർഡ്. ഞാൻ കത്തോലിക്ക സഭ എന്ന കർത്താവിന്റെ വചനം ഞാൻ രക്ഷിക്കോട് സ്നാനപ്പെട്ടു വന്നു. ഇന്ന് കത്തോലിക്ക സഭ അത് കഴിഞ്ഞ് അന്ന് വചനം കേൾക്കാനായിട്ട് ജീവിതം തകർന്ന അവസരത്തിൽ കർത്താവിന്റെ വചനം സ്ട്രീറ്റിൽ പ്രസംഗിക്കാൻ തുടങ്ങി. അപ്പൊ കത്തോലിക്ക സഭയുടെ ഗ്രൂപ്പുകളെല്ലാം എന്നെ പുറത്താക്കി, എന്നെ ഒറ്റപ്പെടുത്താൻ തുടങ്ങി. പ്രൈസ് ലോർഡ്. തിരിഞ്ഞ് എന്നെ ആക്രമിക്കാൻ തുടങ്ങി, മോശമായിട്ട് ഇതിനെപ്പറ്റി പറയാൻ തുടങ്ങി. ഞാൻ ആദ്യമായിട്ട് ഭയങ്കര വിഷമമായി. പിന്നെ ഒന്നും മൈൻഡ് ചെയ്യാൻ പോയില്ല. കാരണം വെച്ചാൽ ഇത് പതിവായി കഴിഞ്ഞപ്പോൾ നമുക്ക് ശീലമായി. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ഈ ചില ഗ്രൂപ്പുകളിലൊക്കെ ആഡ് ചെയ്തിട്ട് കർത്താവിന്റെ വചനം ഷെയർ ചെയ്യുമ്പോൾ തടയും. കാരണം ഈ ലോകത്തിന്റെ കാര്യങ്ങൾ എടുത്തിട്ട് സംസാരിക്കും. അതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെ പിശാചിന്റെ തന്ത്രം. പ്രൈസ് ലോർഡ്. ദൈവ വചനം ഏറ്റവും കൂടുതൽ ഷെയർ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ ബന്ധപ്പെടുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ആൾക്കാരുടെ നമ്മൾ ബന്ധപ്പെടാൻ ഒരു വാക്ക് സംസാരിക്കുന്നില്ല. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ദൈവ സാന്നിധ്യത്താൽ പ്രവർത്തിക്കുന്ന ആൾക്കാരുമായിട്ട് നമ്മളൊന്ന് ബന്ധപ്പെട്ട് നമ്മളൊന്ന് മുൻ പോകാൻ ശ്രമിക്കണം. നമ്മളും അതിന്റെ സാന്നിധ്യത്തിലാവും. നമുക്കറിയാം, അതൊക്കെ ഏലിയാവിന്റെ ആ പുതപ്പ് എലീശയുടെ മേൽ വന്നു. പ്രൈസ് ലോർഡ്. അതാണ് ഒരു ഇമ്പാർട്ടേഷൻ വരും. പ്രൈസ് ലോർഡ്. ഇമ്പാർട്ടേഷൻ വന്നു കഴിയുമ്പോൾ അസാധാരണമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പം ആത്മാവിൽ നമ്മൾ പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിട്ട് നമ്മൾ ബന്ധപ്പെടണം. പ്രൈസ് ലോർഡ്. പരിശുദ്ധാത്മാവിൽ നിറവിൽ നിൽക്കുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെടണം. പ്രാർത്ഥിക്കുന്ന ആൾക്കാരായിട്ട് ബന്ധപ്പെടണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അപ്പം ഇരുട്ടും അവന്റെ മേൽ വീണ് കൈ പിടിച്ച് നടത്തുന്നവരെ തിരഞ്ഞുകൊണ്ട് അവൻ തപ്പി നടന്നു. ഈ ഉണ്ടായിട്ട് ദേശാധിപതി കണ്ടു. ദേശാധിപതി പ്രത്യേകിച്ച് വചനമൊന്നും പറയാൻ പോണ കാര്യമല്ല. ദേശാധിപതി കണ്ടു, ദൈവത്തിന്റെ ശക്തി അറിഞ്ഞു. അതാണ് കർത്താവിന്റെ പ്രവർത്തി. ദേശാധിപതിയുടെ പ്രത്യേകിച്ച് വചനമൊന്നും പറയാൻ പോയിട്ട് കാര്യമൊന്നുമില്ല. അന്നേരം ദേശാധിപതിയെ കാണാതെ തന്നെ കർത്താവിന്റെ ശക്തി കണ്ടു. അതാണ് പറയുന്നത്. പഴയ നിയമത്തിൽ നമുക്കറിയാം, ഫറോ ഇസ്രായേൽ ജനത്തെ വിടാതെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ ഇപ്പൊ നിങ്ങളുടെ ദൈവം ആരെന്ന് മോശയോട് ചോദിക്കുന്നുണ്ട്. അത് 12ാം അധ്യായത്തിൽ വരുമ്പോൾ ആ ദൈവത്തോടെ എനിക്കോട് എന്ന് പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. അപ്പൊ ആ ദൈവത്തിന്റെ ശക്തി, ഈ ജാതികൾ ദൈവത്തിന് ശക്തി അറിയാൻ ഇടവരും. അത് ആര് വഴിയായിട്ട്? നിങ്ങൾ വഴിയായിട്ട് ദൈവത്തിന് ശക്തി അറിയാൻ ഇടവരും. അഭിഷിക്തന്മാർ വഴിയായിട്ട് ഇടവരും. അതാണ് പൗലോസ് ജെറമ്യയോട് പറഞ്ഞത്. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഞാൻ നിന്നെ ജാതികൾക്ക് പ്രവാചകനായി നിന്നെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു. കർത്താവ് നമുക്ക് അഭിഷേകം ചെയ്ത് നമ്മൾ അപ്പോയിന്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. പ്രൈസ്. നമ്മളിനി ബാലൊന്നും നമ്മൾ പറയരുത്. പ്രൈസ് ലോർഡ്. അപ്പൊ നമ്മൾ മെച്യൂരിറ്റി ഉള്ള സ്പിരിറ്റാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. Our spirit is who created the heaven and earth. The spirit dwells in your heart. The spirit is Holy Spirit, the spirit of God. The spirit of God can do extraordinary miracle through your hand in these nations. Praise the Lord. Hallelujah. This is what I want to say to all the people. Glory be to God. Praise the Lord. Hallelujah. ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറഞ്ഞത് ഇനി നമ്മൾ തുടർമായിട്ട് പറയുന്നത് കഴിഞ്ഞാൽ അപ്പോസ്തല പ്രവൃത്തി ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 19 ഇതിൽ പറഞ്ഞ ചാപ്റ്റർ അല്ല, പാർട്ട് 19 നമ്മൾ തുടങ്ങേണ്ടതായിരിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 11 വാക്യത്തോട്ട്. പ്രൈസ് ദി ലോർഡ്. പൗലോസും കൂടെയുള്ളവരും ഫാംബോസിൽ നിന്ന് കപ്പൽ നീക്കി പെട്ടെന്ന് പറഞ്ഞു പോകാനാണ്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. എങ്കിലും നമുക്ക് എനിക്ക് ചർച്ച് സർവീസ് ഉണ്ട് ഫിസിക്കലായിട്ടുള്ള. പ്രൈസ് ദി ലോർഡ്. അവിടെ ഞാനാണ് പ്രീച്ച് ചെയ്യുന്നത് കർത്താവിൽ. പ്രൈസ് ദി ലോർഡ്. പോകണം. ഇപ്പോൾ 11 മണിക്കുണ്ട്. ഇത് നിർത്തി കഴിഞ്ഞാൽ പെട്ടെന്ന് പോകണം. കർത്താവിൻ്റെ വചനം രണ്ടുപേരെയും കർത്താവിൻ്റെ വചനം കേൾക്കട്ടെന്ന് വിചാരിച്ചു. രാവിലെ ഒരല്പസമയം കർത്താവിൻ്റെ വചനം ഷെയർ ചെയ്യാൻ ഉത്സാഹിക്കുന്നു. പൗലോസും കൂടെയുള്ളവരും ഫാംബോസിൽ നിന്ന് കപ്പൽ നീക്കി ഫാംഫുലിയ ദേശത്തിലെ പെർഗയ്ക്ക് ചെന്നു. അവിടെ വെച്ച് യോഹന്നാൻ അവരെ വിട്ടുപിരിഞ്ഞ് യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് ഫിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി ശബ്ബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ പള്ളികൾ പഠിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആ ദേശത്ത് നമുക്കറിയാം യഹൂദന്മാരാണുള്ള കർത്താവിനെ തൂക്കിലേറ്റത്. കർത്താവിനെ അത് വർഷങ്ങൾക്ക് മുമ്പ്, നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവത്തിൻ്റെ ഹിതമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. നമുക്ക് നിത്യരക്ഷ വരാനായിട്ട് തുടർമായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പം നമുക്കറിയാം. അപ്പം ആ കാലത്ത് നമുക്ക് യഹൂദ സിനഗോഗുകളിൽ പൗലോസ് പോകുമായിരുന്നു, പ്രസംഗിക്കാൻ പോകുമായിരുന്നു, യഹൂദന്മാരോട് സംവാദം ചെയ്യുമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. അനേക യഹൂദർ കർത്താവിനെ അറിഞ്ഞു. ഈ പറഞ്ഞ അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് ഫിസിദ്യ ദേശത്തിലെ അന്ത്യോക്യയിൽ എത്തി ശബ്ബത്ത് നാളിൽ പള്ളിയിൽ ചെന്നിരുന്നു.
നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറവിൻ എന്ന് പറയിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ അഭിഷേകൻ പൗലോസാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ പൗലോസ് ചെല്ലുമ്പം അവിടെയുള്ളവർക്ക് അറിയാം പൗലോസിനെ പറ്റി പൗലോസിനോട് എന്തെങ്കിലും പറയാൻ പറയും, കർത്താവിനെ കുറിച്ച് പറയാൻ പറയും, അല്ലെങ്കിൽ പൗലോസ് പറയും. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവവചനം പ്രഘോഷിക്കുന്ന ആൾക്കാരാണെങ്കിൽ കർത്താവ് തന്നെ നമുക്ക് സാഹചര്യങ്ങൾ ഒരുക്കി തരും കർത്താവിന് വചനം പ്രസംഗിക്കാനായിട്ട്. നമ്മൾ വേറെ ആളുടെ എനിക്ക് വചനം പ്രസംഗിക്കാൻ പറ്റില്ല ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പം പ്രൈസ് ലോർഡ്. അപ്പം നമ്മളെന്ന് വെച്ചാൽ നമുക്ക് തന്നെ കർത്താവ് അവസരങ്ങൾ തരും. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ട്രീറ്റ് ഇറങ്ങണം, പച്ച സുവിശേഷം കർത്താവിന്റെ വചനം സ്ട്രീറ്റ് പ്രസംഗിക്കണം. പ്രൈസ് ലോർഡ്. പ്രീച്ച് സ്റ്റാൻഡ് വെച്ച് പ്രസംഗിക്കണം. പ്രൈസ് ലോർഡ്. അനേകർ കർത്താവിന്റെ വചനം കേൾക്കും. ചർച്ചിൽ 4, 3, 7 പേരുണ്ട്. പ്രൈസ് ലോർഡ്. അപ്പം നമ്മൾ എന്ത് കഴിഞ്ഞാൽ സ്ട്രീറ്റിൽ എത്ര പേരുണ്ട്? ആയിരക്കണക്കിന് ആൾക്കാർ വരുന്ന സ്ട്രീറ്റിലേക്ക് കർത്താവിന്റെ വചനം നമ്മൾ അവിടെ പ്രസംഗിക്കണം. ഈ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജനത്തോട് പ്രബോധനം വല്ലതും ഉണ്ടെങ്കിൽ പറയരുതെന്ന് പറയിച്ചു. പൗലോസ് എഴുന്നേറ്റ് ആംഗ്യം കാട്ടി പറഞ്ഞത്, ഇസ്രായേൽ പുരുഷന്മാരും ദൈവഭക്തന്മാരുമായുള്ളവരെ കേൾപ്പിൻ. അതൊന്നും കർത്താവിന് വചനത്തെപ്പറ്റി പറയാൻ ആഗ്രഹിക്കുന്നു. ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തിരഞ്ഞ് പൗലോസിന് അവസരം കിട്ടി. അതാണ് നമ്മളെ എതിർക്കുന്നവർ തന്നെ നമുക്ക് അവസരങ്ങൾ വരും കർത്താവിന് വചനം പ്രസംഗിക്കാനായിട്ട്. ദൈവത്തിലോ ഹല്ലേലൂയ. അതാണ് നമ്മളെ ആരെതിർക്കുന്നുണ്ടോ കർത്താവ് നമുക്ക് അവരിലൂടെ തന്നെ കർത്താവിന്റെ വചനം പ്രസംഗിക്കാനായിട്ട് നമുക്ക് അവസരങ്ങൾ തരും. അവസരങ്ങൾ തരുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവസരങ്ങൾ കളയുന്ന ദൈവമല്ല, മറിച്ച് അവസരങ്ങൾ തരുന്ന ദൈവമാണ്. ഇസ്രായേലിന്റെ സർവശക്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഓൺലൈനിൽ വാച്ച് ചെയ്യുന്ന ആൾക്കാരൊന്ന് ടൈപ്പ് ആമൻ പറഞ്ഞിട്ടൊന്ന് സ്വീകരിക്കാണ്ട് ഉത്സാഹിപ്പിക്കുന്നു. കമന്റ് ബോക്സിൽ നിങ്ങൾ ആമൻ ടൈപ്പ് ചെയ്തു, ആമൻ ടൈപ്പ് ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. Please type amen and receive this Bible verse right now. Father, our God is a God of Israel. Our God is a God of Abraham and Jacob, and our God is God of your God. Praise Lord, my God. Praise Lord. Hallelujah. ഞാൻ പറഞ്ഞാലും അപ്പോസ്തലപ്രവൃത്തി 13 ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13 വേഴ്സ് 70 ഇത് പറഞ്ഞ ഇസ്രായേൽ ജനത്തിന്റെ ദൈവം നമ്മുടെ പിതാക്കന്മാരെ തെരഞ്ഞെടുത്തു, മിസ്രയീം ദേശത്തിലെ പ്രവാസകാലത്ത് ജനത്തെ വർദ്ധിപ്പിച്ചു, വീര്യം കൊണ്ട് അവിടെ നിന്ന് പുറപ്പെടുവിച്ചു, കർത്താവിന്റെ ശക്തിയുള്ള കരത്താൽ കൊണ്ടുവന്നു, ചെങ്കടൽ ഭേദിച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. പല മഹാമാരികളും നടത്തി ഇസ്രായേൽ ജനത്തെ പേടിപ്പിച്ചു. ലാസ്റ്റ് പ്രൈസ് ലോർഡ് ആദിജാതന്മാരെല്ലാം തകർത്ത് അവരുടെ തല തകർത്ത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന് അവർക്ക് എന്തൊക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ അത് മൊത്തം കൊടുത്ത് സ്വർണവും അതുപോലെ കാര്യങ്ങൾ മൊത്തം അവർ കൈക്കലാക്കി അവര് സ്വന്തം ദൈവത്തെ, സർവശക്തനായ ദൈവത്തെ ആരാധിക്കാനായിട്ട് ഭക്തത്തെ കാലുവെച്ച് വരുന്ന ഒരു സംഭവമാണ് അതിനെപ്പറ്റി പറയുന്നത്. ഇത് പറഞ്ഞ മരുഭൂമിയിൽ 40 സംവത്സരക്കാലം അവരുടെ സ്വഭാവം സഹിച്ചു. അതാണ് പുറത്ത് വന്നു കഴിഞ്ഞപ്പോൾ അവരെ തനി സ്വഭാവം കാട്ടി ഇസ്രായേൽ കാനാൻ ദേശത്തിലെ 7 ജാതികളെ ഒടുക്കി അവരുടെ ദേശം അവർക്ക് അവകാശമായി വ്യാപിച്ചു കൊടുത്തു. അങ്ങനെ ഏകദേശം 450 സംവത്സരം കഴിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതിനുശേഷം അവർക്ക് ശമൂവേൽ പ്രവാചകനെ ന്യായാധിപന്മാരായി കൊടുത്തു. തുറമാനടി ഇത് പറഞ്ഞു കഴിഞ്ഞപ്പം നമുക്കറിയാം ഇത് ഉൽപ്പത്തി പുറപ്പാടിക്ക് കഴിഞ്ഞു, എക്സോഡ്സ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം പറഞ്ഞു കഴിഞ്ഞാൽ തുറമായിട്ട് നമുക്കറിയാം യോശുവയുടെ കാലവും ഏകദേശം കഴിഞ്ഞു. അത് കഴിയുമ്പോൾ ന്യായാധിപന്മാർ പ്രൈസ് അത് കഴിഞ്ഞ് ശമൂവേൽ പ്രവാചകനെ കൊടുത്തു. നമുക്ക് ശമൂവേൽ പ്രവാചകൻ ഹന്ന മക്കളില്ലാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് പഴയ നിയമത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഹന്നയുടെ പ്രാർത്ഥന കേട്ടു. പ്രൈസ് ദി ലോർഡ്. ശക്തനായ ഒരു ബാലനെ കൊടുത്തു. അതാണ് ശമൂവേൽ പ്രവാചകൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവർക്ക് ശമൂവേൽ പ്രവാചകനെ ന്യായാധിപനായിട്ട് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അനന്തരം അവർ രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമിൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടത്തേക്ക് കൊടുത്തു. അതാണ് ചോദിച്ചതെല്ലൊക്കെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിനോടൊപ്പം നടക്കുമ്പോൾ കർത്താവ് ചോദിക്കുന്നത്. പക്ഷെ കർത്താവിന് നമ്മൾ മറുതലിക്കാൻ നിൽക്കരുത്. പ്രൈസ് ദി ലോർഡ്. അല്ലെ ഇതെങ്ങനെ സംഭവിച്ചു എന്ന് ഇതെങ്ങനെ സംഭവിക്കും എന്ന് നമ്മൾ ചിന്തിക്കരുത്. കർത്താവിനെ സാധിക്കും, ഇത് യഹോവയാൽ നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ കാര്യം ശക്തമുള്ള കൈ. നമ്മൾ ജോലി, ബിസിനസ്, സാമ്പത്തിക വരുമാനം മാറി തകരും നമ്മൾ പറയരുത്. ഇതെങ്ങനെ ഇനി ഞാൻ മുന്നേറാൻ പറ്റും, ഇത് ദൈവത്താൽ നടക്കും, ദൈവത്താൽ ഞാൻ സൈര്യനിരെ വേദിക്കും, ഈ ദൈവത്താൽ ഞാൻ കോട്ടമതികൾ ചാടി കടക്കുമെന്ന് നാം ഡിക്ലെയർ ചെയ്യാം. വാഗുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ശക്തമായിട്ട് നമ്മൾ കർത്താവിന്റെ വചനം ഡിക്ലെയർ ചെയ്യുമ്പോൾ ഇതിങ്ങനെ ആത്മാമണ്ഡലത്തിലേക്ക് ദൈവത്തിന്റെ ആത്മാവ് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഓൾറെഡി ഓർഡർ കൊടുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവവചനം നമ്മൾ ഡിക്ലെയർ ചെയ്യുമ്പോഴാണ് അത് ഫലമുള്ളതായിട്ട് വരുന്നത്. അതാണ് നമ്മുടെ വചനം. ഹെബ്രായ ലേഖനത്തിൽ പറയുന്നത് വചനം ഇരുതല വാളിനേക്കാളും മുറിച്ചുള്ള വചനമാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറഞ്ഞു കഴിയുമ്പോൾ അന്ധകാഴ്ച സാധ്യതയായ കോട്ടങ്ങൾ ഞെട്ടിപ്പറയ്ക്കും. അതാണ് നമുക്ക് യേശു ക്രിസ്തു നമുക്കറിയാം 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്ത് കഴിഞ്ഞാൽ അല്പം സ്പീഡിൽ പോകാൻ 40 ദിവസം ഫാസ്റ്റിംഗ് എടുത്തു കഴിഞ്ഞപ്പോൾ നമുക്കറിയാം പിശാച് യേശു ക്രിസ്തുവിനെ പരീക്ഷിക്കാനായിട്ട്. അപ്പൊ എന്ത് ചോദിച്ചാൽ യേശു ക്രിസ്തു ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു പറഞ്ഞു.
പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. പ്രൈസ് ലോർഡ്. അത് ദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു, അല്ലാതെ പിശാചിനെ അല്ല ആരാധിക്കുന്നത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അവിടെ ഇന്ന് ദൈവത്തെ മാത്രം ആരാധിക്കുന്ന ഒരു സമൂഹമായിരുന്നു. പ്രൈസ് ലോർഡ്. ഞാൻ കത്തോലിക്ക സഭ എന്ന് തന്നെ ഈ ബിംബാരാധന സഭയിൽ നിന്ന് വിട്ട് നിങ്ങൾ മാറണം. പ്രൈസ് ലോർഡ്. പിന്നെ ഈ കൺകെട്ട് പ്രവർത്തനങ്ങളെല്ലാം വിട്ട് മാറണം. പ്രൈസ് ലോർഡ്. റെക്കമെൻഡ് ചെയ്തിട്ട് ആരെയും സ്വർഗത്തിൽ കയറ്റാനായിട്ട് പറ്റത്തില്ല. അതിൽ നിന്ന് വിട്ട് മാറണം. അതാണ് സത്യം. ഇന്ന് ആരും എന്നെ വിളിക്കാറില്ല, കോണ്ടാക്ട് ചെയ്യാറില്ല. ഞാനും വിളിക്കാറ്. എന്തിനും വിളിക്കുന്നു? പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം സത്യവിരുദ്ധമായിട്ട് പ്രൈസ് ലോർഡ് ബിംബാരാധന പിടിച്ച് നടക്കുന്ന ആൾക്കാരെ വിളിക്കാൻ പോകേണ്ട കാര്യമില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവവചനം നമ്മൾ രക്ഷിക്കപ്പെട്ട് മുൻ സ്ഥാനമെടുത്തിയ ആൾക്കാർ ആത്മാവിലും സത്യത്തിലും കർത്താവിനെ ആരാധിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനുശേഷം അവർക്ക് ശമൂവേൽ പ്രവാചകനെ ന്യായാധിപനായിട്ട് കൊടുത്തു. ഇത് പറഞ്ഞാൽ ചിലപ്പോൾ നമ്മൾ രക്ഷിക്കപ്പെട്ട സ്ഥാനപ്പോഴും പഴയ ഗ്രൂപ്പുകളൊക്കെ വരും. കത്തോലിക്ക സഭയായിട്ട് ബന്ധപ്പെട്ടോ ഓർത്തഡോക്സായിട്ട് ബന്ധപ്പെട്ടോ പഴയ മാതാവിൻ്റെയോ പ്രൈസ് ലോർഡ് പല മാതാവിനെ ബഹുമാനിക്കണം കേട്ടോ. നമ്മൾ മാതാവിനെ ബഹുമാനിക്കണം. നിശ്ചയമായിട്ട് മാതാവിനെ ബഹുമാനിക്കണം. ആ രൂപം ആ ബിംബം അത് മാതാവല്ലാത്ത പിശാചിൻ്റെ. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതിലൂടെയാണ് പിശാച് പ്രവർത്തിക്കുന്നത്. പ്രൈസ് ലോർഡ്. അത് നമ്മൾ അറിയണം. അത് മാതാവിൻ്റെ പിശാച് തന്ത്രപരമായിട്ട് മാതാവിൻ്റെ പേര് വെച്ചിട്ട് മാതാവിനെ ഹൈജാക്ക് ചെയ്യുന്നത്. പ്രൈസ് ലോർഡ്. മാതാവിനെ ബഹുമാനിക്കണം. വി ഹാവ് ടു റെസ്പെക്ട് ദ മദർ മേരി. Praise the Lord. That's what all the children of Israel, all the disciples of Jesus Christ, book of Acts chapter 2. Praise the Lord. They were respecting, they were giving their respect to Mother Mary. Praise the Lord. Hallelujah. Not in front of any other statues. അവരോട് കൂടെ ആ മാതാ മറിയ അവരോട് കൂടെ ഇരുന്നാണ് വിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ചത്. പ്രൈസ് ദി ലോർഡ്. ആ മാതാവിനെ ബഹുമാനം തള്ളിക്കളയരുത്. പക്ഷെ ബിംബം നമ്മളെടുത്ത് തുറക്കളയണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറഞ്ഞാൽ അതിനുശേഷം അവർക്ക് ശമൂവേൽ പ്രവാചകൻ ന്യായാധിപനായിട്ട് കൊടുത്തു. അനന്തരം ഇത് കേൾക്കുമ്പോൾ പലരും എന്നെ ചിലപ്പോൾ എന്നോട് ദേഷ്യങ്ങൾ, ഒരു കുഴപ്പമില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സത്യവചനം സത്യം. ഇത് പറഞ്ഞാൽ അതിനുശേഷം അവർക്ക് ശമൂവേൽ പ്രവാചകന്മാരെ ശമൂവേൽ പ്രവാചകന്മാരെ ന്യായാധിപന്മാരെ കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. അനന്തരം അവർ ഒരു രാജാവിനെ ചോദിച്ചു. ദൈവം അവർക്ക് ബെന്യാമീൻ ഗോത്രക്കാരനായ കീശിന്റെ മകൻ ശൗലിനെ 40 ആണ്ടത്തേക്ക് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. ശൗൽ പിന്നെ കർത്താവിനോട് മർദ്ദിലയ്ക്കാൻ നിന്നു. ശൗലിനെ അടുത്ത് ദൂരെ കളഞ്ഞിട്ട് ദാവീദിനെ ഉയർത്തി പറഞ്ഞു വരുന്നു. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്കും രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. കർത്താവിന് പദ്ധതികളുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ശൗല് ആ നിമിത്തം കൊണ്ട് പറഞ്ഞതല്ല, കർത്താവ് ചില കാര്യം മർദ്ദരിച്ചതല്ല. എന്താണെന്ന് വെച്ചാൽ അപ്പം കർത്താവ് അറിയാതെ നടക്കത്തില്ല. അതാ ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നമ്മളൊരു വാഗുകൊണ്ടൊന്ന് പറയണം എങ്കിൽ നമ്മൾ ചിന്തിക്കാനും നമുക്കറിയാം, പ്രതികരിക്കാനും നമുക്ക് കഴിയുള്ളൂ. പക്ഷേ നമ്മൾ ചിന്തിക്കുന്നതിന് മുമ്പ് കർത്താവിന് അറിയാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദാവീദിനെ തെരഞ്ഞെടുക്കണമെന്ന് കർത്താവിന്റെ ഹിതമുണ്ടായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ തന്നെ സംഭവിക്കണം. ഞാൻ പറഞ്ഞ് അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ദാവീദ് തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു. നമ്മൾ പഴയതിലേക്ക് ഇവരാണ്. ദാവീദ് തള്ളപ്പെട്ട വ്യക്തിയായിരുന്നു, ആട്ടിടയനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വീട്ടിൽ കിടന്നുറങ്ങാൻ സൗകര്യമില്ലാതെ, പ്രൈസ് ദി ലോർഡ്, കുളിക്കാൻ നിവൃത്തിയില്ലാതെ പുറത്ത് കിടന്നുറങ്ങിയ ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ദൈവവിചാരം ഉണ്ടായിരുന്നു. ദൈവത്തെ ഓർത്ത് ഒറ്റ കാരണത്തെ ദാവീദിനെ കർത്താവ് ഉയർത്തി. ദൈവത്തെ ഓർത്ത് ഒറ്റ കാരണത്താൽ ജോസഫിനെ കർത്താവ് ഉയർത്തി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ഓർത്ത് ഒറ്റ കാരണത്താൽ പ്രൈസ് ദി ലോർഡ് നമുക്കറിയാം ഇസ്രായേൽ ജനത്തെ കർത്താവ് ഓർത്തു. പ്രൈസ് ദി ലോർഡ്. അബ്രഹാം കൊടുത്ത ഹോസ്പിറ്റാലിറ്റി കൊണ്ട് ഇസ്രായേൽ ജനത്തെ കർത്താവ് ഓർത്തു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തെ ആരൊക്കെ ദൈവത്തിന് നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടോ നിങ്ങളെ കർത്താവ് ഓർക്കും. നിങ്ങളെ ഓർത്തിട്ട് പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് ഓർക്കുന്നൊരു സമയം വരും. ജാതികൾ നമ്മൾ നോക്കാം. നമുക്കെതിരെ വെക്കുന്നവരെ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെ എന്നെ കർത്താവ് തള്ളിയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അത് ദാവീദിനെ തെരഞ്ഞെടുക്കാൻ പോയപ്പോൾ ആ ശിമോന്റെ നമുക്കറിയാം ആ തടി മണ്ണുള്ള സഹോദരന്മാരെയൊക്കെ കർത്താവ് എന്നെ അവരെ തള്ളിക്കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. നമ്മളെ മുമ്പിൽ നിൽക്കുന്ന തടിയും പൊക്കമുള്ള ആൾക്കാരെ എന്നെ കർത്താവ് തള്ളി തുറക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളെ കർത്താവ് ഓർക്കും. കർത്താവിന് വേണ്ടി നിൽക്കുന്ന നിങ്ങളെ കർത്താവ് ഓർക്കും. ഒരു നാൾ കർത്താവ് ഓർക്കും. പ്രൈസ് ദി ലോർഡ്. ബിഫോർ യുവർ ഡെത്ത് അവർ ഗോഡ് വിൽ ഹോണർ യു. അവർ ഗോഡ് വിൽ പ്രിപ്പയർ എ ടേബിൾ ഫോർ യു ഇൻ ഫ്രണ്ട് ഓഫ് യുവർ അഡ്വൈസറീസ്. കർത്താവ് നിങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾക്ക് വേണ്ടി, കർത്താവിന്റെ നാമം പിടിച്ചിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ഒരു ടേബിൾ നിങ്ങൾക്ക് കൊണ്ട് ഒരുക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഉല്ലാസവും ജയഘോഷവും നീതിമാന്റെ കൂടാരത്തിലുണ്ടെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. അതുകൊണ്ട് ദൈവവേല പ്രസംഗിക്കുന്ന ആൾക്കാർ, പ്രൈസ് ദി ലോർഡ്, കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്ന ആൾക്കാർ അത് ലജ്ജിക്കപ്പെടരുത്. ഏറ്റവും ശ്രേഷ്ഠമായ ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. ദൂതന്മാർക്ക് വരും ചെയ്യാൻ പറ്റാത്ത ജോലിയാണ് നമ്മൾ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സെറാഫുകൾക്കും ദൂതന്മാർക്ക് വരും ചെയ്യാൻ പറ്റത്തില്ലാത്ത അതിശ്രേഷ്ഠമായ ദൈവത്തിന്റെ സൃഷ്ടാവിനെയാണ് നാം പ്രസംഗിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യു ആർ അപ്പോയിന്റഡ് ടു പ്രീച്ച് ദി ക്രിയേറ്റർ ഓഫ് ദി വേൾഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതാണ് പറയുന്നത്. ഓണെ വായിച്ച് എല്ലാവരും ഷെയർ ഉത്സാഹിപ്പിക്കുന്നു. ഗ്ലോറി ബി ടു ഗോഡ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് പറഞ്ഞത്. അവനെ നീക്കിയിട്ട് ദാവീദിനെ അവർക്ക് രാജാവായി വാഴിച്ചു. ഞാൻ ഇശായിയുടെ മകനായ ദാവീദിനെ എനിക്ക് ബോധിച്ച പുരുഷനായി കണ്ടു. അവൻ എൻ്റെ ഹിതമെല്ലാം ചെയ്യും എന്ന് അവനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞു. പൗലോസിന്റെ കിട്ടിയ അവസരം കിട്ടിക്കഴിഞ്ഞപ്പോൾ സിനഗോഗിൽ ഇങ്ങനെ കഥാനെ പറ്റി പറയുവാണ്. എവിടെയൊക്കെ വചനം പറയാൻ അവസരം നമ്മൾ പറയണം. ചിലപ്പോൾ ഒരാളെങ്കിലും സ്ഥാനപ്പെടും. ആരും സ്ഥാനപ്പെട്ടില്ലേയും വേണ്ട. നമ്മൾ ബലമായിട്ട് പിടിച്ച് ആരും സ്ഥാനപ്പെടുത്താനോ രക്ഷിക്കപ്പെടാനോ പോകേണ്ട കാര്യം. നമ്മൾ പറഞ്ഞ വചനം
പ്രൈസ് ദി ലോർഡ്. ആത്മാമണ്ഡലത്തിൽ കിടക്കും, അത് ഫലം കായ്ക്കാതെ തിരിച്ചു വരത്തിൽ ദൈവത്തിന്റെ വിശുദ്ധാത്മാവ് പറയുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന വചനം കേട്ടിട്ട് മരിക്കുന്നതിന് മുമ്പ് അവരുടെ കർത്താവിന്റെ വചനം കേൾക്കും. കർത്താവിനെ അറിയുവർ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അല്ലെങ്കിലും അവർ ഈ ലോകത്തിൽ മാറ്റപ്പെടും. കർത്താവിന്റെ ഹിതമാണ്, അല്ലെങ്കിൽ മാറ്റപ്പെടും. ആ ദേശത്തുള്ള ആൾക്കാർ കേൾക്കുവാണ്, വചനം കേൾക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മൾ പറയുന്ന വചനം അന്തരീക്ഷത്തിലുണ്ട്. ചില സമയത്ത് കർത്താവിന്റെ വചനം ഞാൻ പ്രസംഗിക്കാൻ ചിലപ്പോൾ ആരും കാണത്തില്ല, പക്ഷെ കർത്താവിന്റെ വചനം ഞാൻ വായിക്കും. ആ വായിച്ച വചനം അന്തരീക്ഷ മണ്ഡലത്തിൽ കിടക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പോകുന്ന വഴിക്ക് നാളെ ചിലപ്പോൾ ഹല്ലേലൂയ പ്രൈസ് കഴിഞ്ഞാൽ പിന്നെ വരുന്ന ആൾക്കാർക്ക് പിന്നീടുള്ള ദിവസങ്ങളിൽ കാണാൻ ഞാൻ ആദ്യ ഘട്ടം കർത്താവിന്റെ വചനം പ്രസംഗം ഒരു വ്യക്തിയില്ല സ്ട്രീറ്റുകളിലൊക്കെ. ആ വചനം ഞാൻ വിചാരിച്ചു ദൈവമേ ഇത് ആരുമില്ലല്ലോ, ഒരാൾ നോക്കുന്നുണ്ട്. പിന്നീട് ആ സ്ട്രീറ്റുകളിൽ ഞാൻ പ്രസംഗിക്കാൻ പോകുമ്പോൾ അനേകം ആൾക്കാർ ദൈവത്തിന് വിറ്റ്നസ് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ലണ്ടൻ ടൗണുകളിലും പല സ്ഥലങ്ങളിലും ഞാൻ ആദ്യ ഘട്ടങ്ങളിൽ കർത്താവിന്റെ വചനം പ്രസംഗിക്കാൻ പോയത് ഒരു വ്യക്തിയും കർത്താവിനെ പ്രഘോഷിക്കുന്നില്ല. സ്കോട്ട്ലൻഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരാൾ പ്രസംഗിക്കുന്നില്ല. ഇന്നാ ഞാൻ ആ പ്രസംഗിച്ച വചനം പ്രൈസ് ദി ലോർഡ് അന്തരീക്ഷ മണ്ഡലത്തിൽ കിടന്ന് ഫലം കായ്ച്ചുകൊണ്ടിരിക്കുകയാണ്. അനേകം ആൾക്കാർ കർത്താവിനെ വിറ്റ്നസ് ചെയ്യുന്നു. അവരെല്ലാം ഇപ്പം എന്നെ വിളിക്കാറുണ്ട്. അവിടെ എല്ലാം ജയിലിലും എന്നെ അറിയാം. എനിക്ക് അറിയത്തില്ലാത്ത ആൾക്കാർ എന്നെ വിളിക്കാറുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ പ്രസംഗിച്ച വചനം അന്തരീക്ഷ മണ്ഡലത്തിൽ കിടക്കുന്നുണ്ട്. ആ വചനം അവിടെ നിൽക്കുന്ന ആൾക്കാരെ ടച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അവിടെ നിൽക്കുന്ന ആൾക്കാരെ ടച്ച് ചെയ്യും. ആ ദേശത്തോട് നടക്കുന്ന ആൾക്കാരെ ടച്ച് ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി അവർ കർത്താവ് പ്രൈസ് ദി ലോർഡ് ഉണർവ് നടക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാവരും വരിക. വളരെ വായിച്ചിന് എല്ലാവരും ഷെയർ ആയിട്ട് ഉത്സാഹിക്കുന്നു. ഈ പറഞ്ഞ അവന്റെ സന്തതിയിൽ നിന്ന് ദൈവം വാഗ്ദത്തം ചെയ്തതുപോലെ ഇസ്രായേലിന് യേശു എന്ന രക്ഷിതാവിനെ കൊടുത്തു. അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ദേശത്തു നിന്ന് അവന്റെ വരവിന് മുമ്പേ യോഹന്നാൻ ഇസ്രായേൽ ജനത്തിനൊക്കെയും മാനസാന്തരത്തിന്റെ സ്നാനം പ്രസംഗിച്ചു. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം മൊത്തം ഒറ്റയടിക്ക് കടന്നിട്ട് പൗലോസ് പെട്ടെന്ന് പുതിയതിലേക്ക് വന്നു വിടുവാണ്. യേശു ക്രിസ്തുവിനെ പറയുവാൻ രക്ഷ വരുന്നത്. പ്രൈസ് ദി ലോർഡ്. പഴയ നിയമം മൊത്തം ദാവീദിനെ കുറിച്ച് ടച്ച് ചെയ്ത് പെട്ടെന്ന് അവിടെ നിന്ന് എടുത്തിയാടി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്നാപയോഹന്നാനിലേക്ക് എത്തി. അതാണ് സുവിശേഷം പറയുന്നു. പ്രൈസ് ദി ലോർഡ്. മാനസാന്തരത്തിന് സ്നാനം കൊടുത്തു. യോഹന്നാൻ കൊടുത്തു കഴിഞ്ഞാൽ മാനസാന്തരം, ബാപ്റ്റിസം ഓഫ് ദ റിപ്പന്റൻസ് ടു ഓൾ ദ പീപ്പിൾ ഓഫ് ഇസ്രായേൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇത് പറയുന്നത് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13:25. ഇത് പറയുന്നത് യോഹന്നാൻ ജീവകാലം തികയാറായപ്പോൾ നിങ്ങൾ എന്നെ ആരെന്ന് നിരൂപിക്കുന്നു, ഞാൻ മിശിഹയല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ എൻ്റെ പിന്നാലെ വരുന്നു, അവന്റെ കാലിലെ ചെരുപ്പഴിപ്പാൻ ഞാൻ യോഗ്യനല്ല എന്ന് യോഹന്നാൻ യേശു ക്രിസ്തുവിനെ കുറിച്ച് ഇസ്രായേൽ ജനത്തിന് മൊത്തം യഹൂദന്മാരുടെ മുമ്പിൽ സാക്ഷി കൊടുക്കുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13:26 ബൈബിൾ സേയിങ് അപ്പോസ്തലർ 13:26 വാക്യം പറയുന്നത്, സഹോദരന്മാരെ, അബ്രഹാം വംശത്തിലെ മക്കളും അവരോട് ചേർന്ന് ദൈവഭക്തന്മാരുമായുള്ളവരെ നമുക്കാവുന്നു ഈ രക്ഷാവചനം അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. യെരൂശലേം നിവാസികളും അവരുടെ പ്രമാണികളും അവനെയോ ശബത്തുതോറും വായിച്ചു വരുന്ന പ്രവാചകന്മാരുടെ വചനങ്ങളോ തിരിച്ചറിയാതെ അവനെ ശിക്ഷയ്ക്ക് വിധിക്കിയാൽ അവയ്ക്ക് നിവൃത്തി വന്നു. Apostle Paul, he was preaching the gospel of Christ, the manifestation of Jesus Christ. That one, the gospel preaching of Jesus Christ. Praise the Lord. Through the gospel preaching, after that, the death and resurrection of Jesus Christ. The Apostle Paul, he was preaching in front of the people, those who are in the synagogue. Praise the Lord. Hallelujah. ഇത് പറഞ്ഞ് യെരൂശലേം നിവാസികളോട് പറയുവാണ്. ഇത് പറഞ്ഞ് ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ ഇത് പറഞ്ഞ് 11 അത് 20 വാക്യം 30 വാക്യം. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13:30 ഇതിൽ പറഞ്ഞ്, ദൈവമോ അവനെ മരിച്ചവരിൽ നിന്ന് ഉറപ്പിച്ചു, ബട്ട് ഗോഡ് റൈസ്ഡ് ഹിം ഫ്രം ദ ഡെഡ് to the life. Praise the Lord. Hallelujah. To get the salvation for you and me. Praise the Lord. Hallelujah. അതാണ് കർത്താവ് നമ്മളെ എന്താണ് റോമക്കാരുടെ ലേഖനം 1:8 പറയുന്നത്, there is no condemnation for those who are in Christ Jesus. Praise the Lord. Hallelujah. യേശുക്രിസ്തുവിനെ വിശ്വസിക്കുന്ന എല്ലാവരും ഒരു മരണത്തിൽ നിന്ന് രക്ഷയിലേക്ക് ഓൾറെഡി കടന്നു കഴിഞ്ഞു. ഇതാണ് സുവിശേഷം. Praise the Lord. Hallelujah. ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു. Praise the Lord. ബുക്ക് ഓഫ് ആക്ട്സ് ചാപ്റ്റർ 13:31 അവൻ തന്നോടുകൂടെ ഗലീലയിലിരുന്ന് ജെറുസലേമിലേക്ക് വന്നവർക്ക് ഏറെ ദിവസം പ്രത്യക്ഷനായി. അവർ ഇപ്പോൾ ജനത്തിന് മുമ്പാകെ അവന്റെ സാക്ഷികളാകുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവം പിതാക്കന്മാരോട് ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിച്ചിരിക്കുന്നു. പ്രവാചകന്മാരും മൊഴിയായിട്ട് ഏറെ പ്രവാചകന്മാർ രാജാക്കന്മാരും നമ്മൾ കാണാൻ ആഗ്രഹിച്ചു. ഈ രക്ഷ കിട്ടാൻ ആഗ്രഹിച്ചു. ഈ കൃപയിൽ ജീവിക്കാൻ ആഗ്രഹിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിനോട് സ്വർഗ്ഗരാജ്യത്തിൽ ഇരുത്തപ്പെടാൻ ആഗ്രഹിച്ചു. സ്തെഫാനോസ് അത് കണ്ടു. സ്തെഫാനോസിന്റെ മരണത്തിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോസ്തല പ്രവൃത്തിയിൽ നമുക്കറിയാം, മരണസമയത്ത് യേശു ക്രിസ്തു പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്ത് എഴുന്നേറ്റ് നിൽക്കുന്നത് കണ്ടു. ജീവിക്കുന്ന ദൈവത്തെ എന്നും പ്രസംഗിച്ചത് ചത്തി ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ട ദൈവത്തെ അല്ല, നിത്യം ജീവിക്കുന്നതിനായ സർവശക്തനായ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന അടയാളങ്ങൾ പ്രവർത്തിക്കുന്ന സകല ദുഷ്ടരുടെ ഗണയിൽ നിന്ന് നമ്മളെ വിടുവിക്കാൻ പറ്റിയ സർവശക്തനായ ദൈവത്തെയാണ്, ഇസ്രായേലിന്റെ ദൈവത്തെയാണ് ഞാൻ പ്രഘോഷിക്കുന്നത് എല്ലാവരും മുമ്പിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതുകൊണ്ടൊരു വായിച്ച് നല്ല ഷെയർ ചെയ്യാൻ ഉത്സാഹിപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അതിശക്തമായിട്ട് പ്രീച്ച് ചെയ്യുന്നു.
ഇത് പറഞ്ഞാൽ ദൈവം പിതാക്കന്മാരുടെ ചെയ്ത വാഗ്ദത്തം യേശുവിനെ ഉയർത്തെഴുന്നേൽപ്പിച്ചതിനാൽ മക്കൾക്ക് നിവർത്തിച്ചിരിക്കുന്നു. പ്രൈസ് ലോർഡ്. എന്ന് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്നു. നീ എന്റെ പുത്രനെ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനം എഴുതിയിരിക്കുന്നത് പോലെ മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ അപേക്ഷത്തിനെ ദൈവത്വം കാണാൻ നീ വിട്ടുകൊടുക്കില്ല. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഇന്ന് ഞങ്ങൾ 37 വന്നേ പിരിച്ച് മരിച്ചു കഴിഞ്ഞിട്ട് നമുക്കറിയാം പൈസ മേടിച്ച് ഓഫീസിൽ സ്വർഗത്തിൽ കയറ്റുന്ന പരിപാടിയല്ല ഇത്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. മരിച്ചു കഴിക്കുന്നതിന് മുമ്പേ നമ്മൾ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെടുവാണ്. രക്ഷിക്കപ്പെടും. വിഷാനം എടുക്കുന്ന ആൾക്കാരെ പൈസ കൊടുത്ത് ഇറക്കാൻ പിന്നെ സ്വർഗത്തിൽ കയറ്റുന്ന പരിപാടിയില്ല. പ്രൈസ് ലോർഡ്. അത് ഫ്രീ ആയിട്ട് തന്നെ സ്വർഗത്തിലേക്ക് നമുക്ക് ഇതാണ് നമുക്കറിയാം. എഫെസ്യർലേഖനം 1-3 ബാക്കി പറയുന്നത് ബുക്ക് ഓഫ് എഫെസിയൻസ് ചാപ്റ്റർ 1:2 ബൈബിൾ സേയിങ് യു ആർ ബ്ലെസ്ഡ് വിത്ത് ഓൾ ദി സ്പിരിച്വൽ ബ്ലെസ്സിങ്സ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. പ്രൈസ് ലോർഡ്. സ്വർഗത്തിലെ സർവ്വ ആത്മീയ അനുഗ്രഹത്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രൈസ് ലോർഡ്. എഫെസ്യർലേഖനം 2-ാം അധ്യായത്തിൽ പറയുന്നു നമ്മൾ വിശുദ്ധരുടെ സഹപൗരന്മാരും ദൈവബഹുമാനത്തിലെ അംഗങ്ങളുമാണ്. പ്രൈസ് ലോർഡ്. നമ്മൾ സ്വർഗ്ഗത്തിൽ ഇരുത്തപ്പെട്ട വ്യക്തികളാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. അത് നമ്മൾ രക്ഷിക്കപ്പെട്ട് മുഴുവൻ സ്ഥാനം എടുത്ത ഒരു വ്യക്തി നമ്മൾ സ്വർഗ്ഗത്തിലാണ് ഇരുത്തപ്പെടുന്നത്. നമ്മൾ സ്വർഗ്ഗരാജ്യത്തിലെ വി ആർ ദ അംബാസഡർ ഓഫ് ക്രൈസ്റ്റ്. പ്രൈസ് ലോർഡ്. വി ആർ ഫ്രം എബവ്, നോട്ട് ഫ്രം എർത്ത്. അതാണ് പറഞ്ഞത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ആൾക്കാരും ഈ ലോകത്ത് ജീവിക്കുന്ന ആൾക്കാരുടെ വ്യത്യാസമുണ്ട്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ മരിച്ചു കഴിഞ്ഞിട്ട് റെക്കമെൻഡേഷൻ ചെയ്ത് സ്വർഗത്തിൽ കിട്ടുന്ന പരിപാടിയല്ല അത്. ഇത് നമ്മൾ ജീവിച്ചിരിക്കുന്നത് സ്വർഗത്തിൽ ഇരിക്കുകയാണ്. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നീ എന്റെ പുത്രൻ ഇന്ന് ഞാൻ നിന്നെ ജനിപ്പിച്ചു എന്ന് 2-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ. നീ പറഞ്ഞേ മറ്റൊരു സങ്കീർത്തനത്തിലും നിന്റെ പശുത്തിനെ ദൈവത്വം കാണാൻ നീ വിട്ടുകൊടുത്തില്ല എന്ന് പറയുന്നു. പ്രൈസ് ലോർഡ്. ദാവീദ് തന്റെ തലമുറയിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് ശുശ്രൂഷ ചെയ്ത ശേഷം നിദ്ര പ്രാപിച്ച് തന്റെ പിതാക്കന്മാരോട് ചേർന്ന് ദ്രവത്വം കണ്ടു. പഴയ ഇന്നത്തെ പ്രവാചകന്മാരെല്ലാം മരിച്ച് ദ്രവത്വം കണ്ടു. ഹാനോക്ക് എടുക്കപ്പെട്ടു. അത് നമുക്കറിയാം. ഹാനോക്ക് എടുക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്. എടുക്കപ്പെട്ട് നമുക്കറിയാം ഏലിയാവ് അതേപോലെ തന്നെ എടുക്കപ്പെട്ടു. അപ്പൊ നമ്മൾ ഞാൻ പറയാ അത് അല്ലാത്ത ആൾക്കാരൊക്കെ യേശു ക്രിസ്തു എടുക്കപ്പെട്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമുക്കറിയാം ഈ ലോകത്ത് ജീവിച്ചല്ലാത്ത എല്ലാവരും മരിച്ച് ദ്രവത്വം കണ്ടു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനോ നമ്മളെല്ലാം കർത്താവിനെ എടുക്കപ്പെടും. നമ്മൾ തന്നെ രക്ഷിക്കപ്പെട്ട് മുഴുവൻ സ്ഥാനം എടുത്ത് പ്രൈസ് ലോർഡ് ആത്മാവിൻ സത്യത്തിന് കർത്താവിനെ ആരാധിക്കും. പ്രൈസ് നമ്മളെല്ലാം യേശുക്രിസ്തുവിനോട് എടുക്കപ്പെടും. ഈ ശരീരം മാറി ദൈവിക ശരീരത്തിലേക്ക് നമ്മൾ വരും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് ട്രാൻസ്ഫോർമേഷൻ കിട്ടും. മേഘങ്ങളിൽ യേശുക്രിസ്തുവിനോട് എടുക്കപ്പെടും. എന്തൊരു ജീവിതമാണ്. അത് നമ്മളിങ്ങനെ ഓർക്കണം അടയ്ക്കാൻ. നമ്മൾ മുങ്ങി പോകുമല്ലോ ഒരു ദിവസം. നമ്മൾ ഒരു ദിവസം ഉയരത്തിലേക്ക് പറക്കുമല്ലോ. പ്രൈസ് ലോർഡ്. കർത്താവിനോടൊപ്പം നമ്മൾ ഓരോരോ രാജ്യങ്ങളെ ഭരിക്കുന്ന ഭരണാധികാരിയായിരിക്കും. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ജീവന്റെ കിരീടം നമുക്ക് ജയിച്ചു തരും. ഇതിന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവം ഉയർത്തെഴുന്നേൽപ്പിച്ചവനാ ദൈവത്വം കണ്ടില്ല. ഞാൻ പറയുകയാണ് കേട്ടോ. പ്രൈസ് ലോർഡ്. ദൈവത്വം കണ്ടില്ല. ആകയാൽ സഹോദരന്മാരെ മോശയുടെ ന്യായപ്രമാണത്തിൽ നിങ്ങൾക്ക് നീതീകരണം വരുത്തുവാൻ കഴിയാത്ത സകലത്തിൽ നിന്നും വിശ്വസിക്കുന്ന ഏവനും ഇവനാൽ നീതീകരിക്കപ്പെടുന്നു എന്ന് നിങ്ങൾ അറിഞ്ഞുകൊള്ളും. ഇന്ന് കണ്ട ചില സഭകളിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ പുരോഹിതന്മാരല്ല പറയുന്നത്. നമ്മൾ രക്ഷിക്കപ്പെട്ട് സ്ഥാനപ്പെടുന്ന ആൾക്കാർ രാജകീയ വിരോധം വെച്ചു. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ നമ്മൾ ചിന്തിക്കണത് അപ്പൊ നമ്മളൊക്കെ പാവത്തിൽ കിടക്കുന്ന ആൾക്കാർ നമ്മുടെ പാവം പറയാനായിട്ട് പോകരുത്. ദൈവം. പ്രൈസ് ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തോട് നമ്മൾ പറയണം. എന്താണ് അവൻ പള്ളി വിട്ടു പോകുമ്പോൾ പിറ്റേ ശവത്തിൽ ഈ വചനം തങ്ങളോട് പറയണമെന്ന് പറയുന്നത്. കർത്താവിന്റെ വചനം കേട്ട് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് ടച്ച് ചെയ്ത് വീണ്ടും നമ്മളോട് പറയണമെന്ന് അവിടെയുള്ള ആൾക്കാർ പറയുന്നു. ഇതാണ് പറയുന്നത്. When the Jews were gone out of the synagogue, the Gentiles, praise the Lord, besought that these words might be preached to them the next Sabbath. Praise the Lord. Hallelujah. അതാണ് അടുത്ത സാപത്തിലും പ്രസംഗിക്കണമെന്ന് അവർ പറയുവാണ്. ഈ വചനം നമ്മൾ പറയുന്ന വചനം നമ്മുടെ ശക്തിയാലല്ല, മറിച്ച് പരിശുദ്ധാത്മാവർക്ക് ആകാംക്ഷ കൊടുക്കുകയാണ്. അപ്പം നമ്മളതാണ് പ്രായം നിന്ന് പുറപ്പെട്ട വചനം ഫലമില്ലാതെ വരത്തില്ല. കേട്ടവർക്ക് ആത്മീയ ഉണർവുണ്ടാവും. എവിടെ കർത്താവിന്റെ വചനം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ആത്മീയ ഉണർവ് വരുന്നുണ്ടെങ്കിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ് നമ്മൾ നോക്കാം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഇതാണ് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാണ്. വീണ്ടും കർത്താവിന്റെ വചനം കേൾക്കുമ്പോൾ അവർക്ക് ആഗ്രഹം വരുന്നു. അതുവഴിയായിട്ട് കർത്താവിനെ ടച്ച് ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. അല്ലെങ്കിൽ ഇതാണ് ഇത് പറഞ്ഞാൽ അപ്പോസ്തലർ 11:41 വാക്യം. പള്ളി പിരിഞ്ഞ ശേഷം യഹൂദന്മാരിലും ഭക്തിയുള്ള യഹൂദ അനുസാരികളിലും പലർ പൗലോസിനെയും ബർണബാസിനെ അനുഗമിച്ചു. അവർ അവരോട് സംസാരിച്ചു. ദൈവകൃപയിൽ നിലനിൽക്കേണ്ടെന്ന് അവരെ ഉത്സാഹിപ്പിച്ചു. പിറ്റേ സഭത്തിൽ ഏകദേശം പട്ടണം മുഴുവൻ ദൈവവചനം കേൾക്കുക. അതാണ് പട്ടണം മുഴുവൻ എത്തി. പ്രൈസ് ദി ലോർഡ്. ദേശം മൊത്തം കർത്താവിനെ അറിഞ്ഞു. സഭ ചിതറിക്കപ്പെട്ടാലും പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തെഫാനോസിന്റെ മരണത്തിൽ സഭ ചിതറിക്കപ്പെട്ടാലും നമുക്കറിയാം യെരുശലേം, സമരയ, ജ്യോതി എല്ലാ സ്ഥലങ്ങളിലും നമുക്കറിയാം കർത്താവിന്റെ വചനം നമുക്കറിയാം. ഫിലിപ്പോസ് പ്രസംഗിച്ചു. ഷണ്ടൻ കർത്താവിനെ അറിഞ്ഞു. പ്രൈസ് ദി ലോർഡ്. സ്നാനങ്ങൾ നടന്നു. പ്രൈസ് ദി ലോർഡ്. കൂട്ട സ്നാനങ്ങൾ നടന്നു. കൊർന്നേലിയസ് വഴിയായിട്ട് കൊർന്നേലിയസ് കർത്താവിനെ അറിയാനായിട്ട് ഇടവന്നു. പ്രൈസ് ദി ലോർഡ്. ആ ഭവനത്തിൽ ജാതികളിലേക്ക് കർത്താവിന്റെ വചനം എത്തിക്കാനായിട്ട് പ്രൈസ് ദി ലോർഡ് പത്രോസിനെ കർത്താവ് നിയമിച്ചു. അതേപോലെ തന്നെ എല്ലാ ശിഷ്യന്മാരും
പോയ സ്ഥലത്ത് ദൈവവചനം പ്രസംഗിച്ചു. ഈ ദൈവമാണ് സത്യദൈവം എന്ന് they were declaring this Jesus Christ is a mighty God and living God according to the Old Testament and the New Testament. Praise the Lord. Hallelujah. This is a gospel. Jesus Christ is alive. Praise the Lord. Hallelujah. Glory be to God. ഇത് പറയുന്നത് പിറ്റേ ശവത്തിൽ ഏകദേശം പട്ടണം മുഴുവനും ദൈവവചനം കേൾക്കാൻ വന്നു കൂടി. യഹൂദന്മാരോ പുരുഷാരത്തെ കണ്ട അസൂയ നിറഞ്ഞവരായി ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നു. എതിർത്താതെ പറഞ്ഞത് എവിടെ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം തടയാൻ നിൽക്കുന്ന ആൾക്കാരുണ്ട്. അവരെ നമ്മൾ നോക്കാൻ വേണ്ടി നോക്കരുത്. നമ്മളെ ചീത്ത വിളിക്കുന്ന ആൾക്കാർ നമ്മൾ മൈൻഡ് ചെയ്യാൻ പോകരുത്. കാരണം വെച്ചാൽ കർത്താവ് എന്നെ അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ ശക്തമായി നമ്മൾ മുന്നോട്ട് പോവുക, ചെയ്ത വേലയിൽ നമ്മൾ മുന്നോട്ട് പോവുക, ചെയ്യാൻ പറ്റുന്ന എല്ലാം ചെയ്തോളുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഒരു ജന്മമുള്ളൂ. മരിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ കർത്താവിനെ പ്രവേശിക്കാൻ പറ്റത്തില്ല. നമ്മൾ നിത്യതയിലാണ്, അങ്ങനെ പോവാണ്. നിത്യതയുള്ള യേശുയോട് സ്നാനപ്പെട്ട ആൾക്ക് നിത്യത, അല്ലെങ്കിൽ നിത്യ നരകത്തിൽ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ ജീവിച്ചിരിക്കുന്ന കാലത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റി ചെയ്തോളുക. ഇത് പറഞ്ഞാൽ അവർ അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട്. അതാണ് എവിടെ തടയാൻ വരുന്ന നമുക്ക് ധൈര്യം ഉണ്ടാവും. പ്രൈസ് ദി ലോർഡ്. ദൈവവചനം നമ്മുടെ ഈ ധൈര്യത്തിന് പ്രത്യേക ഒരു പ്രതിഫലം കർത്താവിനുണ്ട്. നമ്മുടെ ഈ കോൺഫിഡൻസിന് പ്രത്യേക ഒരു പ്രതിഫലം കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ പൗലോസും ബർന്നബാസും ധൈര്യം പൂണ്ട് ദൈവവചനം ആദ്യം നിങ്ങളോട് പറയുന്നത് ആവശ്യമായിരുന്നു. എന്നാൽ നിങ്ങൾ അതിനെ തള്ളി നിങ്ങളെ തന്നെ നിത്യജീവന് അയോഗ്യരെന്ന് വിധിച്ച് കളഞ്ഞിരുന്നാൽ, കഴിയുന്നതിനാൽ ഇതാ ഞങ്ങൾ ജാതികളിലേക്ക് പോകുന്നു. കർത്താവിന്റെ വചനം അവിടെ ആൾക്കാർ തള്ളുന്നു, അവിടെ നിത്യജീവൻ അവർക്ക് കിട്ടത്തില്ല. അവര് നിത്യ നരകത്തിലേക്ക് പോകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതാണ് കർത്താവിന്റെ വചനം സ്വീകരിക്കുന്ന ആൾക്കാർക്ക് നിത്യജീവനുണ്ട്, അല്ലാത്ത ആൾക്കാരെ നിത്യ നരകത്തിലേക്ക് പോകും. അതാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. നീ ഭൂമിയുടെ അറ്റത്തോളവും രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ഇതാണ് പറയുന്നത് എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. പൗലോസ് പറയുവാണ്, for he has God said and commanded us, God commanded to me, praise the Lord, hallelujah, saying, I have set you to be a light of the Gentiles. Praise the Lord. Hallelujah. എന്താണ് പറയുന്നത്? Jesus Christ is the light of the world. Praise the Lord. Our God is sending to all the people those are in Christ Jesus as the light of the world. Praise the Lord. അതാണ് പറഞ്ഞത്. നമ്മൾ ലോകത്തിന്റെ പ്രകാശമായിട്ട് നമ്മൾ അയച്ചിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഇതുപോലെ തന്നെ ജാതികൾ ഇത് കേട്ട് സന്തോഷിച്ച് ദൈവവചനത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടു എന്നെല്ലാവരും വിശ്വസിക്കുക. അതാണ് പറഞ്ഞത്. നമ്മൾ വചനം പറയുമ്പോഴാണ് ജ്ഞാനം വരുന്നത്. അപ്പം നമ്മളെ വചനം കൈക്കൊള്ളുന്നവർക്ക് നിത്യജീവനുള്ളൂ, അല്ലാത്ത നിത്യജീവനില്ല. ജാതികളെ കേട്ട് കഴിയുമ്പോൾ സന്തോഷത്തോടെ കൈക്കൊണ്ടു. ഇതാണ് പറയുന്നത്. ജാതികൾ ഇത് കേട്ടിട്ട് സന്തോഷിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തി നിത്യജീവനായി നിയമിക്കപ്പെട്ടു എന്ന് ചിന്തിച്ചു. And when the Gentiles heard this, they were glad and glorified the word. Praise the Lord of the Lord. Praise the Lord. Hallelujah. കർത്താവിന്റെ വചനം ആ നാട്ടിൽ വ്യാപിച്ചു. കർത്താവിന്റെ വചനം പറയുന്നത്, and the word of the Lord was published. Praise the Lord. Multiplied. I can use that word. Multiplied. Published throughout all the region. Praise the Lord. Hallelujah. കർത്താവിന്റെ വചനം പൗലോസ് എന്ന് പറഞ്ഞാൽ അത് അഭിഷിക്തന്മാർ എവിടെ കാല് കുത്തിയാലും അവിടെ സാത്താനെ കുറിച്ച് പറയും. കർത്താവിനെ കുറിച്ച് താർക്കാൻ നമ്മളെ വരും. എന്തൊന്നുമില്ലാത്ത പ്രശ്നം ഉണ്ടാകുന്നുണ്ടോ? കാരണം വെച്ചാൽ അവിടെ കർത്താവ് നിങ്ങൾക്ക് ഒരു വലിയൊരു വില വെച്ചിരിക്കും. പ്രൈസ് ദി ലോർഡ്. എന്ന് നമ്മൾ ചിന്തിക്കണം. ഇത് പറയുന്നത് കർത്താവിന്റെ വചനം ആ നാട്ടിലെങ്ങും വ്യാപിച്ചു. യഹൂദന്മാരോ ഭക്തിയുള്ള മാന്യ സ്ത്രീകളെയും പട്ടണത്തിലെ പ്രധാനികളെയും വിളക്കി പൗലോസിനെയും ബർന്നബാസിനെയും നേരെ ഉപദ്രവം ഉണ്ടാക്കി അവരെ തങ്ങളുടെ അതികളിൽ നിന്ന് പുറത്താക്കി കളഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്നാൽ അവർ തങ്ങളുടെ കാലിലെ പൊടി അവരുടെ നേരെ തട്ടിക്കളഞ്ഞു. ഇക്കോനിയിലോട്ട് പോയി അവിടെയും കർത്താവിന്റെ വചനം പ്രസംഗിക്കാനോട്ട് പോയി. പ്രൈസ് ദി ലോർഡ്. കർത്താവിന്റെ വചനം എവിടെ നമ്മൾ പ്രസംഗിച്ചു കഴിഞ്ഞാൽ പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാലും നമ്മൾ തിരിച്ചു പോകരുത്. കാരണം അവിടെ ഒരു കൊയ്ത്ത് കർത്താവ് അവിടെ കേട്ട ആൾക്കാർ വഴി കർത്താവ് ചെയ്യും. കേട്ട വചനം അത് സത്യമാണ്, അതിന് മാറ്റമില്ല. യേശു ക്രിസ്തു ജീവിക്കുന്നു. He is a living God. He is a mighty God. He came to this world to save everybody. Praise the Lord. Hallelujah. In Jesus Christ there is eternal life to each and every people. This is a true gospel. Praise the Lord. Hallelujah. എന്നാണ് പറയുന്നത്. ശിഷ്യന്മാർ സന്തോഷവും പരിശുദ്ധാത്മാവും നിറഞ്ഞവരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്. അതാണ് നമ്മുടെ ശത്രുക്കൾ നമ്മളെ തള്ളിക്കളഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ദുഃഖിച്ച് വീട്ടിൽ കുത്തി ഇരിക്കരുത്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ജീവിച്ച നാളെ മരിച്ചു വന്ന ആൾക്കാരെ പറ്റി എന്ത് ദുഃഖിക്കാൻ? പ്രൈസ് ദി ലോർഡ്. നമുക്ക് കർത്താവ് വലിയൊരു വേല തന്നെ. We are the heavenly ambassador. We are the mighty servant of the Lord. Praise the Lord. Hallelujah. You are the mighty servant of the Lord, servant of the God Almighty. Praise the Lord. അതാണ് പറയുന്നത്. നമ്മൾ വീണ്ടും നമ്മൾ ഒരു സ്ഥലത്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അടുത്ത സ്ഥലത്തേക്ക് പോകണം. കർത്താവിനെ പ്രവേശിക്കണം. എവിടെ കർത്താവിനെ വാങ്ങി പ്രസംഗിക്കും അവിടെ എല്ലാം പ്രസംഗിക്കണം. കാരണം ഇതാണ് സത്യം, ഇതാണ് നിത്യജീവൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പം നമ്മൾ 19 ഇത് കഴിഞ്ഞു. എനിക്ക് ഞാൻ പെട്ടെന്ന് ഓടിയെടുത്ത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് പെട്ടെന്ന് അരമണിക്കൂറുള്ളിൽ പെട്ടെന്ന് ചർച്ചിൽ പോകണം. പിരിച്ചിങ്. അപ്പം നമുക്ക് പറയാം അപ്പോസ്തല പ്രവൃത്തി 10 അധ്യായത്തിൽ നമ്മൾ പറയുന്നത് പൗലോസിന്റെ പ്രസംഗത്താൽ ഉണർവ് നടത്തും. പിന്നെ നിങ്ങൾ വഴിയായിട്ട് ആ ദേശത്ത് ഉണർവിക്കും. പക്ഷെ നിങ്ങൾ ആരും വെച്ച് പുറകോട്ട് പോകരുത്. നിങ്ങൾ തന്നെയുള്ളതെന്ന് ചിന്തിക്കരുത്. നിങ്ങളുടെ ഏത് ദൂതക്കണങ്ങളുടെ സൈന്യം നിരയുണ്ട്. ഇന്ന് കാണിച്ച് നിങ്ങളെ ചിരിച്ച് കാണിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ അവർ തലമാരിയിട്ട് ഓടും. അവരെയൊന്നും നമ്മൾ നോക്കാൻ പോയ കാര്യമില്ല. അവർ കൂടി വഴിക്ക് എവിടെയും തട്ടി വീഴും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നമ്മുടെ കാല് തട്ടാതെ വേണം കർത്താവ് ദൂതഗണങ്ങളെ അയക്കുമെന്ന് സങ്കീർത്തന പുസ്തകത്തിൽ പറയുന്നത്. 90-ാം സങ്കീർത്തനം. പ്രൈസ് എല്ലാ വഴിയും നമ്മളെ കാക്കാനായിട്ട് ദൂതഗണങ്ങളെ കൈ അയക്കും. അവർ God will send his heavenly angels to get the protection in all the areas of your life. അതാണ് നമ്മൾ കർത്താവിനെ വചനം പ്രസംഗിക്കുന്നത് പ്രൊട്ടക്റ്റഡ് ആൾക്കാരാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ അവിടെ നീ ചിന്തിക്കരുത്. സ്വർഗീയ ഗണങ്ങൾ നമ്മോടൊപ്പം ഉണ്ട്.
ഇന്ന് എല്ലാം ഉയർത്തെഴുന്ന ഈ ആഴ്ച കർത്താവിനോട് നാം നിൽക്കണം. ദിവസം എന്തെങ്കിലും ചെയ്യണം. ഈ ദൈവത്തെ പറ്റി പറയണം. നമ്മൾ പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. തടയുന്നവരോട് പോയി പണി വെക്കാൻ പറയണം. ഈ ദൈവത്തെ നമ്മൾ പ്രഘോഷിക്കണം. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഹല്ലേലൂയ. ഗ്ലോറി ബി ടു ഗോഡ്. ഉപരി പ്രാർത്ഥിക്കുന്നു. പിതാവ് നന്ദിയോടെ സ്തുതിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിയോടും കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. പിതാവിന്റെ പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. വചനം കർത്താവ് പറയാനുള്ള കൃപ നിന്നെ ഓർത്ത് നന്ദി പറയുന്നു കർത്താവ്. ഈ ബൈബിൾ സ്റ്റഡി കേട്ടുന്ന ഓരോ വ്യക്തിയും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെ നിറയ്ക്കണം കർത്താവ്. ആത്മാവിന്റെ ശക്തിയെ നിറയ്ക്കണം കർത്താവ്. യേശുവിന്റെ നാമത്തിൽ കർത്താവിനെ പ്രാർത്ഥിക്കുന്നു. ഈ വചനം പ്രസംഗിക്കുന്ന തടസ്സം നിൽക്കുന്ന ഓരോ ധനാത്മ ശക്തിയും യേശുവിന്റെ തിരത്തൊഴിച്ച് ബ്രേക്ക് ചെയ്ത്, യേശുവിന്റെ നാമം ബ്രേക്ക് ചെയ്ത് തകർത്തി ക്യാൻസൽ ചെയ്ത് വരകളെ നെയിം ഓഫ് ജീസസ്. ശബ്ദം തമ്മലതി ഹൂക്കല്ലാത്തി തപ്പന്ന ശബ്ദം തമ്മലതി ഇതകൻ. യേശുവിന്റെ നാമത്തിൽ കർത്താവ് ഞാൻ പ്രാർത്ഥിക്കുന്നു കർത്താവ്. ശബ്ദം തമ്മലതി ഇതകൻ. എന്നെ കേൾക്കുന്ന ഓരോ വ്യക്തിക്കും കർത്താവ്, കർത്താവിനെ വേല ചെയ്യുന്ന ആൾക്കാർക്ക് ആത്മീയ ഉണർവുണ്ടാകരുത് കർത്താവ്. പരിശുദ്ധാത്മ അഭിഷേകത്തെ നിറയട്ടെ കർത്താവ്. I pray for each and every people right now, especially the people those are watching online, the people are watching from UK, Europe, and Africa, North and South America, and Asian countries. I pray for each and every people for the mighty revival. Heavenly Father, I pray for them right now. Thank you, God, you are using them in wherever they are in their city. In Jesus' name, I pray. I break, I cancel all the evil spirit agenda, all the evil spirit plan in the mighty name of Jesus Christ. Shantam tamalati again. In Jesus' name, I pray. Glory be to God. ഇപ്പൊ എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. എല്ലാവർക്കും അനുഗ്രഹിക്കപ്പെട്ട സന്ധ്യ ആശംസിക്കും. പ്രൈസ് ലോർഡ്. ഇത് തന്നെ ഇതിന്റെ വേഷം ഇത് തന്നെ നാളെ ഇംഗ്ലീഷ് ഉണ്ടായിരിക്കും. പ്രൈസ് ലോർഡ്. രാവിലെ 9 മണിക്ക് UK ടൈം, ഇന്ത്യൻ സമയം 9:10 പിന്നെ 1:30 PM. പ്രൈസ് ലോർഡ്. ഗോഡ് ബ്ലെസ് യു. അല്പം പെട്ടെന്ന് സീരിയസ് ആയിട്ട് ഓടിച്ചു പോയെന്ന് അഭിഷേകത്തിലെന്ന് അറിഞ്ഞ് കർത്താവിനെ വചനം പ്രസംഗിക്കും. പ്രൈസ് ലോർഡ് ഹല്ലേലൂയ. ഓടിച്ചു എനിക്കിപ്പോൾ തന്നെ ചർച്ചിൽ പോയിട്ട് പ്രസംഗിക്കണം. ഇംഗ്ലീഷിൽ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു വെരി മച്ച്. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കുക. അവളെ വെച്ച് എല്ലാവരും കർത്താവിനെ സ്തോത്രം ചെയ്യുന്നു. ലൈക്ക് ആരും ഷീന പൈമ്പിളി, ജെയിംസ് സാമുവൽ, തോമസ് ക്രയർ, വെക്സി, എവരിബഡി. ഗോഡ് ബ്ലെസ് യു. ഓക്കെ, താങ്ക് യു വെരി മച്ച്. പ്ലീസ് ഷെയർ ദിസ് ഗോസ്പൽ മെസ്സേജ്. ഗോഡ് ബ്ലെസ് യു.